ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന അനുഭവങ്ങളും. ഒരു റീയൂണിയൻ ഉടനടി ഉണ്ടാകുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന അനുഭവങ്ങളും ഒരു റീയൂണിയൻ ഉടനടി ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും റീയൂണിയൻ ഉണ്ടാകുമോ? ഇതുവരെ ഇനി വരാൻ പോകുന്ന കാര്യം റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു, വളരെ ദുഃഖത്തിലാണ്, നിരാശയാണ്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 6 ഓഫ് വാണ്ട് വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ അതിന് ക്ലാരിഫൈ ചെയ്ത് കിട്ടിയത് 7 ഓഫ് വാണ്ടാണ്. 6ഉം 7ഉം ആണ് കിട്ടിയത്. അപ്പോൾ 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ആരെയൊക്കെയോ പേടിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാരൻസിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടീൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവർക്ക് രക്ഷപ്പെട്ട് നിങ്ങളടുത്തേക്ക് വരണം. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരും അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ വിഷമങ്ങൾ പറയാനോ സങ്കടങ്ങൾ കേൾക്കാനോ ആരുമില്ല. എങ്ങനെയെങ്കിലും തട്ടിമാറ്റി അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്തുള്ളവരുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്ട്രെങ്ത്ത് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, അവർ നിൽക്കുന്ന സ്ഥലത്തുള്ളവർ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാവും. അപ്പം അവിടെ അവരെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ആ ആളുകൾ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ടാണ്. 4 വശത്തു നിന്ന് അവർക്ക് സ്ട്രഗ്ലിങ് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിലല്ല എന്ന് കാണുന്നത്. ഇപ്പം നിൽക്കുന്ന വ്യക്തികളോടൊപ്പമല്ല അവർക്കൊരു കംഫർട്ടബിൾ കിട്ടുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വരണം. അപ്പോൾ അവർക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതൊരു 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 3 ഓഫ് സോഡ് വന്നിട്ടുള്ളത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 3 ഓഫ് സോഡ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഈ യുഎസിൻ്റെ എനർജിയിലൊരു 3 ഓഫ് സോഡ് വന്നിട്ടുള്ളത്? ഒരു ക്യൂനോസോഡാണ്. 3 ഓഫ് സോഡ് ക്യൂനോസോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത്, ഈ തേർഡ് പാർട്ടി കാരണം അവരുടെ ഹൃദയം, തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ബാലൻസിലാകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വേദന സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതേ ചിന്ത തന്നെ നിങ്ങളുടെ പേഴ്സണുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ആ ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും, പുരുഷനായിരിക്കും. അവരുടെയും മനസ്സിൽ ഇതേ ചിന്ത തന്നെയാണ്. അപ്പോൾ അവരും ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹൃദയം കീറി മുറിക്കുന്ന വേദന 2 സ്ഥലത്തുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, തീരെ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അത് അവർക്ക് ഇപ്പോഴാണ്, അവരുടെ കൂടെ നിന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആദ്യം ഇവരെ കൂടെ മോഹാലസ്യത്തിൽ പെട്ടുപോയതാണ്. അപ്പോൾ ഈ തീരെ അഡ്ജസ്റ്റ് ചെയ്യില്ലെന്ന് കൂടെ നിന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇവരുടെ പ്രതീക്ഷക്കൊത്ത് ഈ തേർഡ് പാർട്ടി തീരെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് വിഷമമാണ് അനുഭവിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടിക്ക് മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പല തന്ത്രങ്ങളും ഇവർക്ക് അറിയാൻ സാധിക്കും, പല പ്ലാനിങ്ങും ഉണ്ട്. അവർ പറയുന്നത് ഒക്കെ എല്ലാവരും ചെയ്യണം, അവർ പറയുന്നത് കേൾക്കണം. അങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ആളാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത്. അടുത്തത് ഒരു 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. യൂണിവേഴ്സ്
പേജ് ഓഫ് വാൻസ് ആണ്. 4 ഓഫ് പെൻറ്റിക്കിൾ പേജ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ ഈ പേഴ്സണ് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ഒരുപാട് സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, കുറേ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്ന് പോരാൻ പറ്റാത്ത വിധം കുരുക്കിൽപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ ഇവർക്ക് 2 പേർക്ക് ഒരുപാട് അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. കുറച്ച് ആളുകൾ പാസ്റ്റ് ലൈഫ് പ്രണയം ആലോചിച്ച് അതിൽ തന്നെ പെട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അത് മാനസികമായി തളർന്ന ഒരു അവസ്ഥയിലുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ചില ആൾ മറ്റുള്ളവർ പറയേണ്ടാത്ത കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു കുരുക്കിൽപ്പെട്ട ഒരവസ്ഥ കാണുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പേജ് ഓഫ് വാൻസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടാവും, നിങ്ങളെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യവും മുതലെടുത്തിട്ട് അവസാനം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തൊരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ വന്നത്? ഇത് 4 ഓഫ് വാൻസ് ആണ് വന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിന് പകരം. അപ്പോൾ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ കുറച്ച് സാമ്പത്തികമായി അത്ര ഉന്നതിയിലും ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വിലയും നിലയും അഭിമാനമൊക്കെയുള്ള ഒരാളാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റ് ആയതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് അട്രാക്റ്റ് ആയതെന്ന് കാണുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും വലിയൊരാളായതുകൊണ്ട് ഇത്രയും നിങ്ങളുടെ പേഴ്സൺ ഇവരെ കണ്ട് അട്രാക്റ്റ് ആകാൻ കാരണം അവർക്ക് ആളുടെ സമൂഹത്തിൻ്റെ വിലയും നിലയും സാമ്പത്തികവും ഉന്നതിയും എല്ലാം ഉള്ളത് കൊണ്ടാണ് അട്രാക്റ്റ് ആയതെന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രൊഫഷനുമായി മുന്നോട്ട് പോയിട്ടാവും. അപ്പോൾ ഈ വ്യക്തി അധികം പരിഗണിക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവരെ അവഗണിക്കുന്ന മാതിരിയായിട്ടാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും നാൾ മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ എല്ലാ കാര്യം കൊണ്ടും നിങ്ങളെ ഒരു ഒഴിവാക്കിയ മാറിയ പേഴ്സൺ ആയാലും കൂടെയുള്ളവരും നിങ്ങൾക്കൊരു പരിഗണന തന്നിട്ടില്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ജയിച്ച് കാട്ടുന്ന സമയമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നു ചതിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ്. പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലെന്നാണ് കാണുന്നത്. നിങ്ങൾ അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നിങ്ങളുടെ കൂടെ സ്പിരിറ്റ് ഗൈഡ്സോ ദൈവമോ എല്ലാം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു ഫുൾ കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫുൾ കാർഡ് വന്നിട്ടുള്ളത് നോക്കാം. 7 ഓഫ് കപ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ ഒരു 7 ഓഫ് കപ്പും ഒരു ഫുൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൃത്യമായി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ട്. ഒരു സ്പിരിച്വൽ ഗൈഡൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ നിങ്ങൾക്ക് കേട്ടോ. ചിലപ്പോൾ ഇൻഡ്യൂഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായും ഒരുപാട് ഐഡിയാസ് വരുന്നതായൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ളതൊരു ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ്. ഒരു കോൺഫിഡൻസോടെ ജീവിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങൾ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ആദ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഒരാളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് അവർ ആ കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ കണ്ട് എല്ലാ കാര്യവും ശരിയാക്കി ചെയ്യണം. എന്നാലേ ജീവിതം മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എൻഡാക്കിയിട്ട്
പുതിയൊരു ജീവിതം തുടങ്ങുന്ന കുറേ ആളുകൾ അങ്ങനെയും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പാസ്റ്റിലെ വിഷമങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് പുതിയ ജോലി, ബിസിനസ്, പഠിപ്പ് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പുതുതായി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് കാത്തിരുന്ന കാര്യം എന്തെങ്കിലും ചിലപ്പോൾ വീട് ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു എംബ്രറിൻ്റെ എനർജി. എന്തുകൊണ്ടാണ് ഇവിടെ എംബ്രർ വന്ന് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് എംബ്രർ വന്നത്. അപ്പോൾ കുറേ ആളുകൾക്ക് ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് പെയിനിലൂടെ കടന്നുപോയി. അപ്പോൾ ആ പെയിനിലൂടെ കടന്നു പോയാൽ ഉറക്കം വരെ ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത്രയും പെയിനിലൂടെ കടന്നു പോയെങ്കിലേ ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ. കുറച്ച് ആളുകൾക്ക് ഈ ബന്ധത്തിൽ കുടുങ്ങിപ്പോയിട്ട് ആകെ ഒരു കുരുക്കിൽപ്പെട്ട ഒരവസ്ഥയാണുള്ളത്. കാരണം അത് എക്സ്ട്രാ മാരിറ്റൽ ലൈഫായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അവരുടെ വേണ്ടപ്പെട്ട ആൾ പറഞ്ഞാൽ അവരുടെ ഫാമിലി, വൈഫും കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൽ നിന്ന് ഇപ്പോൾ പുറത്ത് അറിഞ്ഞാൽ നാളെ നാണക്കേട് ഭയന്നിട്ട് അങ്ങനെ ഒരു വിഷമം ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും അവരുമായിട്ട് എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഇതിൽ പെട്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെ ഒരു ഉറക്കം ഇല്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആളുകളുണ്ടെന്നാണ്. ചിലപ്പോൾ കുടുംബങ്ങളല്ലോ, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വിഷമഘട്ടങ്ങളിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ആളുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ജോലി ഇല്ലാത്തവർ ജോലി കിട്ടുന്ന പ്രമോഷനൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എംബ്രറിൻ്റെ എനർജിയിൽ അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച കാര്യത്തിന് അപ്പോൾ ഇപ്പോൾ സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ചില റിലേഷൻഷിപ്പ് രണ്ടാമത് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ മറ്റാർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇനി റീയൂണിയൻ പെട്ടെന്ന് സംഭവിക്കുമോ, നിങ്ങൾ ഈ വേദനിക്കുന്ന ആളുകൾക്ക് റീയൂണിയൻ പെട്ടെന്ന് സംഭവിക്കുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, റീയൂണിയൻ പെട്ടെന്ന് സംഭവിക്കുമോ? എൻ്റെ കാർഡ് ഒന്ന് എംപ്രസ് കാർഡ്, ഒന്ന് 4 ഓഫ് കപ്പാണ്. അപ്പോൾ റീയൂണിയൻ ഉണ്ടാകുമെന്ന് നോക്കിയപ്പോൾ ഒന്ന് 4 ഓഫ് കപ്പ്, ഒന്ന് എംപ്രസ് കാർഡാണ്. 4 ഓഫ് കപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഒരാൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ഒരു സ്നേഹവുമായിട്ടൊരാൾ കപ്പ് നീട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതൊന്നുമല്ല നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയം, അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് സ്നേഹങ്ങൾ നിങ്ങളെ വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതൊന്നും കാണുന്നില്ല, അതിലേക്കൊന്നും നോക്കുന്നില്ല, അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയം, അപ്പോൾ ഒരു നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് റീയൂണിയൻ പെട്ടെന്ന് നടക്കില്ല. എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. എംപ്രസ് കാർഡ് വന്നത് എല്ലാ സപ്പോർട്ടുള്ള ഒരു കാർഡാണ്. യു വിൽ ഗെറ്റ് ഓൾ വാട്ട് യു വാണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ കുറച്ച് താമസം വരുന്നതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ വിഷമം മാറി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് എംപ്രസിൻ്റെ എനർജിയിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം, സമ്പൽ സമൃദ്ധി, പിന്നെ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.